ക്രിസ്തുവിൽ സ്നേഹമുള്ളവരെ, യഹൂദരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഏറ്റവും വലിയ അഭിമാനമായിരുന്നു ജെറൂസലേം ദൈവാലയം. അതിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചത് സോളമൻ രാജാവിൻ്റെ സമയത്താണ്. യഹോവയായ ദൈവം തന്നെയാണ് അതിൻ്റെ അളവും നീളവും വീതിയും ഒക്കെ നിർണയിച്ചു കൊടുത്തത്. അതുകൊണ്ട് തന്നെ യഹൂദരെ സംബന്ധിച്ചിടത്തോളം ജെറൂസലേം ദേവാലയം അവരുടെ അഭിമാന പ്രശ്നമാണ്. പല സമയങ്ങളിലായിട്ട് അത് തകർക്കപ്പെട്ടുവെങ്കിലും പിന്നീട് അത് പുതുക്കി പണിതുയർത്തപ്പെട്ടു. അവസാനം ഹെറോദീസ് രാജാവാണ് അത് ഏറ്റവും മനോഹരമായിട്ട് അതിൻ്റെ നവീകരണ പ്രവർത്തനങ്ങൾ പൂർത്തീകരിച്ചത്. ഏകദേശം 40 വർഷം കൊണ്ടാണ് നവീകരണ പ്രവർത്തനങ്ങൾ പൂർത്തീകരിച്ചത്. അതുകൂടെ കഴിഞ്ഞപ്പോൾ യഹൂദർക്ക് വലിയ സന്തോഷത്തിൻ്റെ അഭിമാനത്തിൻ്റെ കാരണമായി. ഈ ജെറൂസലേം ദൈവാലയം മുഴുവനും അതിൻ്റെ പുറം മുഴുവനും സ്വർണം കൊണ്ട് പൊതിഞ്ഞിരുന്നേ. കൂടാതെ അലങ്കാര വസ്തുക്കളും വിലയേറിയ കല്ലുകളും കൊണ്ടൊക്കെ അത് മോടിയാക്കിയിരുന്നു. അപ്പോൾ യഹൂദരിൽ പലരും ജെറൂസലേം ദൈവാലയത്തിലേക്ക് പിന്നീട് പോയിരുന്നത് പ്രാർത്ഥിക്കുവാൻ വേണ്ടിയല്ല, മറിച്ച് ഈ ദൈവാലയം കാണുവാൻ വേണ്ടിയാണ്. മനോഹരമായി ഒന്ന് നിർമ്മിച്ച് നൽകപ്പെടുമ്പോൾ പിന്നെ നമ്മൾ അതൊരു കാഴ്ച വസ്തുവാക്കി മാറ്റും. തീർത്ഥാടന കേന്ദ്രങ്ങൾ പിന്നീട് അതൊരു പിക്നിക് സ്പോട്ടായിട്ടൊക്കെ മാറുന്നത് നമ്മൾ കണ്ടിട്ടില്ലേ? അവിടെ ഉണ്ടായിരുന്ന ചൈതന്യത്തെക്കാൾ അധികമായിട്ട് അതിൻ്റെ അലങ്കാരങ്ങളും അഴകുകളും പുറംപോടിയും കാണുവാൻ വേണ്ടിയുള്ള യാത്രകളായിട്ട് മാറുന്നത് സ്വാഭാവികമാണ്. പലപ്പോഴും കാണുന്ന കാഴ്ച തന്നെയാണ്. പല തീർത്ഥാടന കേന്ദ്രങ്ങളും ഇങ്ങനെ കുറേയൊക്കെ അലങ്കാര പണികൾ കൊണ്ട് പണിതുയർത്തി കഴിയുമ്പോൾ പിന്നീട് അത് ഒരു പിക്നിക് സ്പോട്ടായിട്ടൊക്കെ മാറുന്നത് യാഥാർത്ഥ്യമാണ്. ഇപ്രകാരം യഹൂദർക്കും ജെറൂസലേം ദൈവാലയം ഒരു പിക്നിക് സ്പോട്ടായിട്ട് മാറി അതിൻ്റെ അലങ്കാരങ്ങളും അഴകുകളും പുറമൂടിയൊക്കെ കാണുവാൻ വേണ്ടിയുള്ള യാത്രകളായിട്ട് മാറി. ഇപ്രകാരമുള്ളൊരു കോണ്ടെക്സ്റ്റിൽ ക്രിസ്തുവിനെ ഈ ദൈവാലയത്തിൻ്റെ അഴക് കാണിച്ചു കൊടുത്തിട്ട് പറയുക, എത്ര സുന്ദരമായിരിക്കുന്നു ഈ ജെറൂസലേം ദൈവാലയം. അപ്പോൾ കർത്താവ് ഈ പുറമൂടി കണ്ട് അഭിമരിച്ചിരുന്ന ഈ ജനക്കൂട്ടത്തോട് പറയുക, നിങ്ങൾ കാണുന്ന ഈ ദൈവാലയം കല്ലിന്മേൽ കല്ല് ശേഷിക്കാതെ തകർക്കപ്പെടുന്ന സമയം വരുന്നു എന്ന്. വല്ലാത്ത ഒരു പ്രവചനമായി പോയി. എന്നാൽ ഈ പ്രവചനം 70-ാം നൂറ്റാണ്ടിൽ പൂർത്തീകരിക്കപ്പെടുന്നുണ്ട്. റോമൻ സൈന്യം വന്ന് ഈ ജെറൂസലേം ദൈവാലയം പിടിച്ചടക്കുകയും അതിൻ്റെ വിലയേറിയ രത്നങ്ങളും ഈ സ്വർണ്ണമൊക്കെ അവർക്കിങ്ങനെ താഴെയുള്ളതൊക്കെ അവർക്കിങ്ങനെ എടുക്കാൻ പറ്റിയത്. ഈ സ്വർണം മുഴുവൻ കിട്ടാൻ വേണ്ടി ഇവർ എന്ത് ചെയ്തു? ജെറൂസലേം ദൈവാലയത്തിന് ഇവർ തീയിട്ട സമയത്ത് ഇങ്ങനെ മുകൾ പരപ്പിലൊക്കെ ഉണ്ടായിരുന്ന സ്വർണം ഉരുകി ഈ കല്ലുകളുടെ ഇടയിലൂടെ താഴേക്ക് ഒഴുകിയിറങ്ങി. അവസാനം അതിൻ്റെ അഗ്നിബാധയൊക്കെ തീർന്നു കഴിഞ്ഞപ്പോൾ ഇവർ അതെന്ത് ചെയ്തു? ഇങ്ങനെ കല്ലുകളുടെ ഇടയിലേക്ക് ഒഴുകിയിറങ്ങിയ സ്വർണമെടുക്കാൻ ഓരോ കല്ലുകളും പൊളിച്ചു മാറ്റാൻ തുടങ്ങി. അങ്ങനെ ജെറൂസലേം ദൈവാലയം കല്ലിന്മേൽ കല്ല് ശേഷിക്കാതെ കർത്താവിൻ്റെ പ്രവചനമനുസരിച്ച് നശിപ്പിക്കപ്പെട്ടു എന്നുള്ളത്. ഇന്നും യഹൂദരുടെ ഏറ്റവും വലിയ സങ്കടം എന്താ? അന്ന് പൊളിച്ചു നീക്കപ്പെട്ട അല്ലെങ്കിൽ തകർക്കപ്പെട്ട ജെറൂസലേം ദൈവാലയം ഇതുവരെയും പുതുക്കി പണിയാൻ അവർക്ക് കഴിഞ്ഞിട്ടില്ല എന്നുള്ളത്. ഇന്ന് ആ സ്ഥലവും ദൈവാലയം വരുന്ന ഇടമൊക്കെ മുസ്ലിംസിൻ്റെ കരങ്ങളിലാണ്. അവരുടെ ഇന്നുമുള്ള വിശ്വാസം എന്താ? യഹോവയുടെ വരവിന് മുമ്പ് ഈ ദൈവാലയം പുതുക്കി പണിതിരിക്കും എന്നുള്ളതാണ്. എൻ്റെ പ്രിയപ്പെട്ടവരെ, തിരുവചനത്തിലൂടെ ദൈവമായ കർത്താവ് നമ്മെ ഓർമ്മപ്പെടുത്തുന്ന കാര്യം, ചൈതന്യം നഷ്ടപ്പെട്ടു പോയാൽ പിന്നെ പുറംമോടികൾ കൊണ്ടോ പുറത്തുള്ള അഴക് കൊണ്ടോ അലങ്കാരങ്ങൾ കൊണ്ടോ ഒരു ഉപകാരവുമില്ല എന്നുള്ളതാണ്. നമ്മളൊക്കെ പലപ്പോഴും ചിന്തിക്കുന്നതും പ്രവർത്തിക്കുന്നതൊക്കെ പുറത്തെ അഴകുണ്ടാക്കാൻ വേണ്ടിയാണ്. പുറത്തെ അഴകുകൾ എപ്പോൾ വേണമെങ്കിലും ഇല്ലാതെയാകാം, തീർന്നു പോകാം. അതുകൊണ്ട് ഉള്ളിൻ്റെ നന്മ, ഉള്ളിൻ്റെ ചൈതന്യം കെടുത്തിക്കളയാതെ നമ്മൾ ജീവിക്കണം എന്നുള്ള കാര്യം തന്നെയാണ്. അത് ദൈവാലയത്തിലായാലും നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിലായാലും ഉള്ളിൻ്റെ നന്മയും
കരുതലും സ്നേഹവും കാരുണ്യവും ഒക്കെ കൈവിട്ടു പോയാൽ പിന്നെ നമ്മുടെ ജീവിതം പോലും ഫലശൂന്യമാണ്. അതുപോലെ തന്നെയാണ് ദൈവാലയവും നമ്മളുടെ ഓരോ നിർമ്മിതികളും. അതുകൊണ്ട് നമുക്ക് തിരിച്ചു പിടിക്കാം. നഷ്ടപ്പെട്ടു പോയ ചൈതന്യം തമ്പുരാനെ തിരികെ തരണമേ എന്ന പ്രാർത്ഥനയോടെ കൃപയുടെ ഈ ബലി നമുക്കൊരുമിച്ച് അർപ്പിക്കാം.